ഷലോം ഷലോം ഷലോം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. 2026 ദൈവം പുതിയ പുതിയ നടത്തിപ്പുകൾ ഓരോരുത്തരുടെയും മേൽ നടത്തുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ ആകാംക്ഷയുള്ള ഒരു വർഷം കൂടിയാണ്. ഈ ആകാംക്ഷയുള്ള വർഷത്തിൽ മെനോറ മിനിസ്ട്രീസ് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം മെനോറ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ മെനോറ ഹീബ്രു ബൈബിൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെനോറ ഹിബ്രു ബൈബിൾ സ്കൂളിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ മെനോറ ഹിബ്രു ബൈബിൾ സ്കൂൾ ചിന്തിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ തന്നെ തരുന്നത്. അപ്പോൾ ഹിബ്രു ബൈബിൾ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വർഷം കുറേ പ്ലാൻസുകൾ പ്ലാൻ ചെയ്യുന്നു. എല്ലാം ഹീബ്രുവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിൽ നടത്തുന്ന സ്റ്റഡീസ് ആണ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മലയാളികൾക്ക് മലയാളക്കരയ്ക്ക് ഇബ്രായ ഭാഷാ പഠനത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് മെനോറ ഹീബ്രു ബൈബിൾ സ്കൂളിന്റെ ഏറ്റവും അടിസ്ഥാനപരവും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ചിന്താഗതി. അപ്പോൾ ഈ ചിന്താഗതിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടി 2026 എല്ലാവിധ പുതുവത്സരാശംസകളും ഈ സമയത്ത് നേരുന്നു. നമ്മള് ഇന്ന് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എപ്പിസോഡായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ തൽമൂദ് ടു സ്റ്റഡി പഠിക്കുക എന്നുള്ളതാണ്. എബ്രായ പദപഠനമാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണണം, നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്നവർക്ക് എല്ലാം അയച്ചു കൊടുത്ത് ഈ പ്രോഗ്രാം നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങൾക്കും ഒരു ഉപകാരമാകും, മറ്റുള്ളവർക്കും ഒരു ഉപകാരമാകും. അപ്പോൾ അതിനു മുൻപായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു എബ്രായ വാക്യമാണ് വായിക്കാനായിട്ട് പോകുന്നത്. എബ്രായ വാക്യം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താണ് ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യമാണ് ഞാനിന്നിവിടെ വായിക്കുന്നത്. അപ്പോൾ അതിന്റെ എബ്രായ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ പോകാം. അപ്പോൾ ഞാൻ വായിക്കുവാണ്. വൈറ്റായഷേൽ ബിവേർഷവ വൈക്കേരാഷം ബിഷം അദോനായി എൽ ഒലാം. ഞാൻ ഒന്നും കൂടെ നിർത്തി വായിക്കാം. വൈറ്റ യഷേൽ ബിവേർഷവ വൈക്കേരാഷം ബിഷം അദോനായി എൽ ഒലാം. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. നമ്മളിവിടെ പശ്ചാത്തലത്തെ വിവരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല, നമ്മൾ ഒരു വാക്കാണ് എടുത്തുനിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വാക്ക് എന്താണ്, ഏതാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാക്ക് ഒലാം എന്നാണ്. ഒലാം. അപ്പോൾ ഞാനത് സ്ക്രീനിൽ ഷെയർ ചെയ്യാം. പ്രിയപ്പെട്ടവർ അത് നോക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ തരാം. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗം ഒലാം എന്നുള്ള ഒരു പദമാണ്. ഒലാം. ഓക്കെ, അപ്പോ ഒലാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ എൻ്റെ കണ്ടന്റ് വോയിസായിട്ട് അത് ഓരോന്നായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം. നമ്മളുടെ സാങ്കേതികപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ സാങ്കേതികത്വം ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അതെല്ലാം ഒരിക്കൽ കൂടി നമുക്ക് വളരെ പക്വമായ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ആവിഷ്കരിക്കാം. അപ്പൊ ഒലാം
അത് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഐൻ, വാവ്, ലമേത്, മേം, ഒലാം. ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന, എന്നേക്കും മറഞ്ഞിരിക്കുന്ന ചക്രവാളം. ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ബൈബിൾ ഉദ്ധരണിയോ അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ എന്തെങ്കിലും ഒരു രചനയോ ഒന്നുമല്ല. ഇതൊരു വളരെ മെറ്റഫറിക്കലായിട്ട്, ഒരു പോളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു 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 ഫ്രേസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ നിത്യത, സർവജ്ഞാനം, ഉദ്ദേശം, അതിന്റെ സ്വഭാവം ഒക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ എന്നേക്കും മറഞ്ഞിരിക്കുന്ന ഒരു ചക്രവാളം. ആ ഈ ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എന്താണ് ചക്രവാളം എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ കാഴ്ചക്ക് ഒരു പരിധിയാണ്, അല്ലെ? നമ്മുടെ കാഴ്ചയുടെ ഒരു പരിധിയാണ് ചക്രവാളം. വളരെ അകലെയായി കാണപ്പെടുന്നത്. നമ്മൾ ആ ചക്രവാളത്തിന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വീണ്ടും നമ്മളിലേക്ക് വീണ്ടും അകലത്തേക്ക് നിൽക്കുന്ന ഒരു എന്താണ് ഒരു കാഴ്ചയുടെ പരിധിയാണ് ചക്രവാളം എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു ആത്മീയമായ സന്ദർഭത്തിലേക്കാണ് നമുക്കിതിനെ വിവരിച്ച് മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യധാരണയുടെ അതിർത്തിയെ ഇതിന് ഒരിക്കലും പ്രതിനിധീകരിക്കുവാൻ സാധ്യമല്ല. നമ്മൾ നീങ്ങുമ്പോൾ ഭൗമിക ചക്രവാളം നീങ്ങുന്നത് പോലെ ആണ് തോന്നുന്നത്, അല്ലെ? നമ്മൾ വളരെ അടുത്തേക്ക് ആ ചക്രവാളത്തിന്റെ ആ പോയിന്റിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മളിൽ നിന്ന് അകലെയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മുടെ ആത്മീയ ചക്രവാളം വികസിക്കുന്നു. നമ്മൾ കർത്താവിൽ രക്ഷിക്കപ്പെട്ട, യേശു കർത്താവിൽ രക്ഷിക്കപ്പെട്ട യഹോശുവിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഈ 26-ൽ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഇതാണ് അതിന്റെ നമ്മുടെ ലൈൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വി ആർ ഓക്കെ എന്ന് നമ്മൾ ചിന്തിക്കും. ബട്ട് എഗെയിൻ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ചക്രവാളം വീണ്ടും വികസിക്കുന്നതായിട്ട്, ആ വിശ്വാസത്തിന്റെ ചക്രവാളം വികസിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോ ഞാനിത് പറയാൻ കാരണം, എബ്രായ പഠനത്തിൽ ഒരു വാക്ക്, ചില വാക്കുകൾ അൺട്രാൻസ്ലേറ്റബിൾ ആണ്. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഷലോം, യത്ത്, ഒലാം, ഈ വാക്കുകളൊക്കെ വളരെ വളരെ പ്രയാസമാണ്. അടുത്ത എപ്പിസോഡ്സിൽ ഞാൻ പറയുന്നത് അൺട്രാൻസ്ലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് വാക്കുകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒലാം എന്നുള്ള വാക്കാണ്. അപ്പോൾ ഒലാം എന്ന് നമ്മൾ ആദ്യത്തെ സ്ലൈഡ് നോക്കുമ്പോൾ ദൈവത്തിന്റെ എന്നേക്കും മറഞ്ഞിരിക്കുന്ന ഒരു ചക്രവാളം. നാം അടുത്തേക്ക് വരുമ്പോൾ ദൈവം അടുത്തേക്ക് വരുന്നു എന്നൊരു വചനമുണ്ട്. പക്ഷേ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എബ്രായ ആ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിൽ ക്രിസ്തുവിനൊപ്പം മറഞ്ഞിരിക്കുന്നു. കൊലോസിയർ 3:3. അതായത് നമ്മളൊരു ഭാഗികമായ ചിത്രം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. എന്നാൽ മറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ദൈവികമായ രഹസ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ മർത്യ ജീവിതത്തിൽ അത് നമുക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നാം എപ്പോഴും ദൈവത്തിന്റെ എന്നേക്കും അല്ലെങ്കിൽ നിത്യത എന്ന് പറയുമ്പോൾ ശാശ്വത അല്ലെങ്കിൽ ശാശ്വതം എന്നൊക്കെ ആയിട്ടാണ് നമ്മൾ വിവർത്തനം ചെയ്യുന്നത്. എന്നാൽ ആ വിവർത്തനത്തിനും അപ്പുറം വ്യാപിച്ച് മറഞ്ഞിരിക്കുന്ന ഒരാശയത്തെയാണ് അത് ഉൾക്കൊള്ളുന്നത്. സൃഷ്ടിക്ക് മുൻപ് നിലനിരുന്നതും അവസാനമില്ലാതെ തുടർന്നു പോകുന്നതുമായ ദൈവത്തിന്റെ കാലാതീതമായ സ്വഭാവത്തെക്കുറിച്ചാണ് ഈ ഒരു വാക്ക് നമ്മളോട് സംസാരിക്കുന്നത്. കാലത്താൽ ബന്ധിതമായ മനുഷ്യ മനസ്സ് പൂർണ്ണമായും ഗ്രഹിക്കുവാൻ പാടുപെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിത്യത, അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ഒലാം എന്ന് പറയുന്നത്. അതിനാൽ ദൈവത്തിന്റെ എന്നേക്കും എന്ന മറഞ്ഞിരിക്കുന്ന ചക്രവാളം, എന്നാൽ ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശവും അനന്തമായ സ്വഭാവവും എല്ലായ്പ്പോഴും സന്നിഹിതമാണ്, അല്ലെ? നിത്യത നമ്മൾ കണ്ടിട്ടില്ല. കാരണം നമ്മൾക്ക് മുൻപേ
ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപേ നിത്യതയുണ്ട്. ഇനി നമ്മളിൽ തീർന്ന് മറ്റെന്തോ മറ്റെന്തോ ഒരു ഇതിലേക്ക്, മറ്റെന്തിലോ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് കൂടിയാണ് നിത്യത. അതുകൊണ്ട് നിത്യത എന്ന് പറയുന്നത് ശാശ്വതം അല്ലെങ്കിൽ തുടക്കം എന്നൊക്കെ പറയുന്ന ആ ഒരു ചെറിയൊരു അർത്ഥത്തിൽ അതിനെ ഒതുക്കി നിർത്താൻ കഴിയില്ല. എബ്രായ പദപഠനത്തിൽ ഏറ്റവും എന്താണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്ന് പറയുന്നത്, എബ്രായ പദം അല്ലെങ്കിൽ എബ്രായ ചില വാക്കുകൾ നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ അതിനെ എത്രത്തോളം വിവർത്തനം ചെയ്താലും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ അത് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ പറ്റില്ല. അത് പൂർണ്ണമായും ഗ്രഹിക്കുവാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ ഭാഷ കൃത്യമായിട്ട് പഠിച്ച് ആ ഭാഷയിൽ അടങ്ങിയിരിക്കുന്ന ദൈവികമായിട്ടുള്ള ആ ആ സ്പിരിച്വൽ ആത്മീയമായ അർത്ഥത്തിന്റെ ആഴത്തിലേക്ക് കടന്നു പോകണം. കടന്നു പോയാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഹിബ്രുവിൽ ഒലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിത്യമായ ഒരു യുഗം, ഒരു നിമിഷത്തിനും അപ്പുറം കാണാത്ത കാഴ്ച, അല്ലെ? ഒരു നിമിഷത്തിനും അപ്പുറം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്നേക്കും എന്നത് ഒരു യുഗം, ഒരു നിമിഷത്തിനും അപ്പുറം അദൃശ്യമായ എന്ന് പറഞ്ഞിരിക്കുന്നതും അത് അനന്തമായ സമയത്തിന്റെ അക്ഷരാർത്ഥ നിർവചനത്തെ മറികടക്കുന്നു. അത് ആഴത്തിലുള്ള നിഗൂഢത, അളക്കാനാവാത്ത ദൈർഘ്യം, നമ്മുടെ മനുഷ്യധാരണയ്ക്കും അനുഭവത്തിനും അതീതമായ അജ്ഞാതമായ അല്ലെങ്കിൽ അതീന്ദ്രിയമായ മണ്ഡലം എന്നിവയുടെ ഒരു ബോധമുണർത്തുന്ന കാഴ്ചപ്പാടാണ്. ഈ വ്യാഖ്യാനത്തിന്റെ പ്രധാന സൂക്ഷ്മതകളിൽ ഇവ ഉൾപ്പെടുന്നു. നിമിഷത്തിനും അപ്പുറം അദൃശ്യമായ നിമിഷം കേൾക്കുമ്പോൾ ഒരു പോയറ്റിക്കലായിട്ട് തോന്നും, അല്ലേ? വർത്തമാന യാഥാർത്ഥ്യത്തിന്റെയും ഉടനടിയുള്ള മനുഷ്യന്റെ ധാരണയുടെയും പരിധിക്കപ്പുറം നിലനിൽക്കുന്ന ഒരവസ്ഥയോ മേഖലയോ ഇത് സൂചിപ്പിക്കുന്നു. ഒരു വിശാലമായ, ഒരു പക്ഷേ ആത്മീയമായ അല്ലെങ്കിൽ ഭാവിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അകലെയുള്ള എന്തെങ്കിലും അത് സൂചിപ്പിക്കും. നിഗൂഢതയിൽ പൊതിഞ്ഞ സമയം. ഈ വാക്യം ദൈർഘ്യമേറിയതല്ല, മറിച്ച് അടിസ്ഥാനപരമായി നിഗൂഢമായ ഒരു സമയ അനുഭവത്തിലേക്ക് ഇത് വിരൽ ചൂട്ടുന്നു. ഒരു പക്ഷേ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെയോ വിധികളെയോ അസ്തിത്വത്തിന്റെ സ്വഭാവത്തെയോ വിശാലമായ കാലഘട്ടത്തിലൂടെയോ അല്ലെങ്കിൽ മൊത്തത്തിൽ സമയത്തെ ഇത് വികസിപ്പിച്ചിരിക്കുന്ന ഒരാശയമായി നമുക്ക് ഇത് മനസ്സിലാക്കാം. സമയം മാത്രമല്ല, അതിൻ്റെ ലളിതവും അതിൻ്റെ ആശയത്തിനുമപ്പുറം വ്യക്തമായി ഈ ഒരു വാക്യം നീങ്ങുന്നു. ആത്യന്തികമായി ഈ അർത്ഥം നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ്. അപ്പോ ഹീബ്രുവിൽ ഒലാം നിത്യമായത് ഒരു യുഗം എന്നൊക്കെ നമുക്ക്, ഒരു നിമിഷത്തിനും അപ്പുറം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അത് എന്താണ് നമ്മളുടെ ധാരണകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ആ വാക്കിൽ, നമ്മളുടെ ഭാഷയുടെ വാക്കിൽ ഒതുക്കി നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരിതാണ്. അപ്പോ ഇതിന്റെ മൂല അർത്ഥ ധാതുവിലേക്ക് ഒലാം അതിൻ്റെ മൂലാർത്ഥം അല്ലെങ്കിൽ ധാതു എന്താണെന്ന് നമുക്ക് നോക്കാം. മറയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിലുള്ളത്. എബ്രായ ഭാഷയിൽ നിത്യത ആരംഭിക്കുന്നത് അത് നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയാത്തതിൽ നിന്നാണ്. ഓക്കെ, അങ്ങനൊരു അർത്ഥമുണ്ട്. അപ്പോ നമുക്ക് അതിൻ്റെ ഓരോ അക്ഷരവും ഒന്ന് ഇളക്കി നോക്കാം. ഇത് 3 അക്ഷരമുള്ള ഷോർഷ് എന്നൊരു പദം, ഒരു ഷോർഷ് എന്നുള്ള ഒരു പഠനമുണ്ട് എബ്രായ ഭാഷയില്. ആ പഠനമാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് 3 കോൺസണൻസ്, 3 വ്യഞ്ജനാക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ 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 എബ്രായ വാക്കുകൾക്കും ഈ ഒരു ഷോർഷ് അല്ലെങ്കിൽ മൂല അർത്ഥ പഠനം, മൂല ധാതു പഠനം എന്നൊരു പഠന ബ്രാഞ്ച് ഉണ്ട്, ഒരു സ്റ്റഡി ഓഫ് ബ്രാഞ്ച് ഉണ്ട്.
അപ്പൊ ഒലാം ഉണ്ട്. അപ്പൊ ഒലാമിനെ കുറിച്ച് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിക്കാം. ഒലാം, അതിലെ അക്ഷരങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അപ്പോ ഞാൻ ഐൻ എന്ന് പറയുമ്പോൾ, വാവ് എന്ന് പറയുമ്പോൾ, ലമേദ് എന്ന് പറയുമ്പോൾ, മേം എന്ന് പറയുമ്പോൾ, അത് ആദ്യം നിങ്ങൾ 22 അക്ഷരങ്ങളും മനസ്സിലാക്കണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഐൻ, ഐന്റെ ഒരു പിക്ടോഗ്രാഫിക്കൽ അർത്ഥമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഐൻ എന്ന് പറയുന്നത് കണ്ണെന്നാണ്. നമുക്ക് ആ കണ്ണിനെ നിരീക്ഷിക്കുന്ന കണ്ണ് എന്നൊരു തരത്തിൽ. അതെ, കണ്ണെപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ. അതേപോലെ തന്നെ വാവ് എന്ന് പറയുന്നത് കൊളുത്ത് അല്ലെങ്കിൽ ആണി എന്നൊക്കെ അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: പിടിക്കുന്ന കൊളുത്ത്. അതായത് ഒരിക്കലും വിടാതെ നമ്മളെ പിടിച്ച് അതിലേക്ക് അമർത്തി നമ്മളെ വെക്കുന്ന ഒരു ആണി. ലമേറ്റ്, ഇടയന്റെ കോല് അല്ലെങ്കിൽ ഇടയന്റെ വടി എന്നൊരു അർത്ഥമുണ്ട്. ഇടയന്റെ വടി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇടയൻ എന്താണെന്ന് ആദ്യം ചിന്തിക്കണം. ഇടയൻ നമ്മളെ നടത്തുകയാണ്. ഒരു നേതൃത്വത്തിന്റെ പിൻപേ നമ്മൾ നിൽക്കുന്നു. ഒരു ഇടയൻ നമ്മളെ നടത്തുന്നു. വളരെ ആഴമുള്ള അർത്ഥമാണ്. അപ്പോൾ ഞാൻ ഓരോ വാക്കിന്റെയും ആഴത്തിലുള്ള അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മുടെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തത് മേം, ആഴമുള്ള വെള്ളം. വെള്ളം എന്നൊരു അർത്ഥമാണ്, പക്ഷെ ഞാൻ ആഴമുള്ള വെള്ളം, വെള്ളത്തിന് ആഴമുണ്ട്, വെള്ളത്തിന് തെളിമയുണ്ട്, വെള്ളത്തിന് ഒഴുക്കുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രകൃതത്തെ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നമുക്ക് അതിനെ ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒലാം, നിങ്ങളെ ആഴത്തിലേക്ക് നയിക്കുന്ന ഒരു കണ്ണാണ്. അപ്പോൾ ആഴത്തിലേക്ക് നയിക്കുന്ന കണ്ണ്, അത് നമുക്ക് നോക്കാം. അതാണ് നേരത്തെ നമ്മൾ വായിച്ചത്. എവിടെയാണ്? അബ്രഹാം പറഞ്ഞു ഏൽ ഒലാം. ഞാൻ ആദ്യം വായിച്ച ഭാഗം അതാണ്. ഏൽ ഒലാം, നിത്യദൈവമേ. ആ നിത്യദൈവത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് കാവ്യാത്മകമായി പറഞ്ഞോട്ടെ. നമ്മുടെ ഭയത്തെ അതിജീവിക്കുവാനും നമ്മുടെ കൊടുങ്കാറ്റിനൊപ്പം നമ്മെ സ്നേഹിക്കുവാനും കഴിയുന്ന ഒരുവൻ. ഇത് കാവ്യാത്മകവും ആലങ്കാരികവുമായ ഒരു വാക്യമാണ്. എന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്നത്, നമ്മൾ ചില നേരങ്ങളിൽ ഭയപ്പെട്ട് നമുക്ക് നിന്ന് വിറയ്ക്കുന്ന അവസ്ഥകളുണ്ട്. അവിടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു അദൃശ്യകരം. നമ്മൾ കൊടുങ്കാറ്റിൽപ്പെട്ട് നമ്മൾ പതറി നിൽക്കുമ്പോഴും നമ്മളോടൊപ്പം ആ കൊടുങ്കാറ്റിൽ നിന്ന് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു ദൈവം, ഒരു ദൈവത്തിന്റെ കരം. ആ കരത്തെ നോക്കിയിട്ടാണ് എബ്രഹാം പറഞ്ഞത് ഏലുലാം. ഹല്ലേലൂയ. അടുത്ത സ്ലൈഡ് നമുക്ക് പോകാം. ഭാവി ദൈവത്തിന്റെ കരത്തിലാണ്. ഹല്ലേലൂയ. ഭാവിയെല്ലാം ദൈവത്തിന്റെ കരത്തിലാണ്. ഇത് ഒരു വലിയ ചിന്തയാണ്. ഈ ചിന്ത എന്ന് പറയുന്നത്, നമ്മളുടെ ഭാവിയും അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന്റെ കരത്തിലാണ്. നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയും ദൈവത്തിന്റെ കരത്തിലാണ്. നമുക്കറിയത്തില്ല നാളെ എന്താണെന്ന്. അത് നിത്യതയാണ്. നമ്മൾക്ക് മുൻപിൽ എന്തായിരുന്നു? അതും നിത്യതയാണ്. അതിൻ്റെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുന്നു. ഒരു ട്രാൻസിഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഒലാം ഹബ, വരാനിരിക്കുന്ന ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വരാനിരിക്കുന്ന ലോകം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന ഒരു ദർശനം. ഇതൊരു വലിയൊരു ദർശനമാണ്. അതായത് ദൈവം ആ യുഗത്തിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയുടെ ഭൂമിശാസ്ത്രം അതിലുണ്ട്. അത് നമ്മുടെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതിനായിട്ട് ഒരുങ്ങാം. വരാനിരിക്കുന്ന ഒരു ലോകത്തേക്ക്, നിത്യജീവൻ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്.
പ്രിയപ്പെട്ട എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്ക്, എൻ്റെ വിദ്യാർത്ഥികൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യം, ഒരു വാക്കാണ് നിത്യജീവൻ. ഇതിന് ഗ്രീക്കില് അയോൺ എന്ന് പറയും, അയോണിസ് എന്നും കൂടി പറയും. എന്നേക്കും ജീവിക്കുക മാത്രമല്ല, ദൈവ സാന്നിധ്യത്തിൽ എന്നേക്കുമായി ജീവിക്കുക എന്നാണ് ഇതിന്റെ പൂർണ്ണമായ അർത്ഥം. അപ്പോ നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ എന്നേക്കും പൂർണ്ണമായി ജീവിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മളെ തന്നെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് ആ വെളിച്ചത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാം. നിഴലുകളിൽ നിന്നാണ് നിത്യത ആരംഭിക്കുന്നത്. അതായത് കറുപ്പും വെളുപ്പും ഇടകലർന്ന നിഴലുകളിൽ നിന്നാണ് നമ്മുടെ ആ വെളിച്ചത്തിലേക്കുള്ള നമ്മളുടെ യാത്ര ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ നമുക്ക് ഒരുമിച്ച് തന്നെ ആ നിത്യതയിലേക്ക് നടന്നു തുടങ്ങാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് മനോര മിനിസ്ട്രിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നതിലും നമുക്ക് പ്രസന്റേഷൻ ചെയ്യുന്നതിലും ഒക്കെ ആ പരിമിതികളുടെ ഒക്കെ ആ ഒരു അതിർത്തിയിൽ നിന്നിട്ടാണ് ഞാനിത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ ഒരു വശത്ത് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഏറെ എനിക്ക് പറഞ്ഞ് വിശദീകരിക്കാൻ ഉണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ച് അൺട്രാൻസ്ലേറ്റബിൾ ആയിട്ടുള്ള, വിവർത്തനത്തിന് പാടുപെടുന്ന ചില വാക്കുകളാണ്. അതിലൊരു വാക്കാണ് ഞാനിപ്പോ പറഞ്ഞതുപോലെ നിത്യത എന്ന് നമുക്ക് അതിനെ മലയാളത്തിൽ അങ്ങനെ പരിഭാഷപ്പെടുത്താം. പക്ഷേ അതല്ല അതിൻ്റെ ശരിയായ അർത്ഥം ആഴം. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒരു വലിയൊരു എബ്രായ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്നെ വിളിക്കേണ്ട നമ്പർ 8848909820. എന്നെ വാട്സപ്പിലാണ് വിളിക്കേണ്ടത്. വിളിച്ചാൽ അടുത്ത ക്ലാസ്സിനെ കുറിച്ചും അടുത്തടുത്ത പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഉപകാരമാകും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വരുന്ന വർഷക്കാലമൊക്കെ നമുക്ക് മലയാളക്കരയ്ക്ക് ആവശ്യമായ രീതിയിൽ, അല്ലെങ്കിൽ മലയാളക്കര എങ്ങനെയാണോ എബ്രായ ഭാഷയെ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ എബ്രായ ഭാഷയെ അതിൻ്റെ വികാസത്തിൽ കൊണ്ടുവരുവാൻ മനോര മിനിസ്ട്രീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും മനോര മിനിസ്ട്രീസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന, ഇതെല്ലാം എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഷലോം ഷലോം ഷലോം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.